ഹരേ കൃഷ്ണ. എല്ലാവരെയും രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണസ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോർരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेद् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्. हरिः ओं तत्सत्. सर्वशास्त्राब्धिपीयूषा सर्ववेदैकसत्फला सर्वसिद्धान्तरत्नाढ्या सर्वलोकैकदृक्प्रदा सर्वभागवतप्राण श्रीमद्भागवत प्रभो कलिध्वन्दोदितादित्या श्रीकृष्णा परिवर्तिता परमानन्दपाठाय प्रेमवर्ष्यक्षराय ते सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तुते. मदेकबन्धो मत्सङ्गिन् मद्गुरो मन्महाधन मन्निस्तारक मद्भाग्या मदानन्द नमोऽस्तुते. साधु साधु दादायन् അതിനിച്ചോച്ഛതാകര ആഹാമുഞ്ച കഥാചിന്മാം പ്രേംനാ ഹൃത്കണ്ഠയോ സ്പൃഹാം. श्रीमद् भागवतम की जय. गंगा श्रीमद् भागवतम की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. अनंत कोटि वैष्णव वृंद की जय. निताय गौर सिद्धार्थ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് 12ാമത്തെ ശ്ലോകമല്ലേ നോക്കേണ്ടത്? വരെ പഠിപ്പിച്ചേക്കുന്നു. ഇന്ന് 19ആണ്. 19. ഓ മാതാജി ഒരുപാട് സ്പീഡിൽ പോയി അല്ലേ? അത് 2 ദിവസം ക്ലാസ് അതുണ്ടായി. കറക്റ്റ്. ഓക്കെ, ഫൈൻ. 19ാമത്തെ ശ്ലോകം. അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? വിതുരന്റെ കൂടുതൽ വിവരണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ചെയ്യുന്നു. അതിൽ വിതുര ഉവാച 15, 14. ഹരേ കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. വിതുരന്റെ സംഭാഷണമാണ്. വിതുരൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 15ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിക്കാം. എന്നിട്ട് നമുക്ക് 19ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 15ാമത്തെ ശ്ലോകത്തിൽ വിതുരൻ പറഞ്ഞു: ഓ ശക്തിമാനായ മുനി, എന്റെ പ്രഭു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചും ജീവസത്തുക്കളെ കുറിച്ചും എനിക്കുണ്ടായിരുന്ന സർവ്വ സന്ദേഹങ്ങളും അങ്ങയുടെ ബോധ്യം വരുത്തുന്ന വാക്കുകൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സിപ്പോൾ പരിപൂർണമായി അവയിലേക്ക് പ്രവേശിക്കുന്നു. ഓ ജ്ഞാനിയായ ഋഷി, അങ്ങയുടെ വിശദീകരണങ്ങൾ അവ ആയിരിക്കേണ്ട വിധം നല്ലവ ആയിരുന്നു. ബദ്ധാത്മാവിന്റെ കുഴപ്പങ്ങൾക്ക് ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ ചലനങ്ങളല്ലാതെ മറ്റൊരു അടിസ്ഥാനവുമില്ല.
വിഡ്ഢികളിലെ ഏറ്റവും താഴ്ന്നവനും എല്ലാ ബുദ്ധിക്കും അതീന്ദ്രിയനായവനും ഈ രണ്ടുപേരും സന്തോഷം ആസ്വദിക്കുന്നു. ഓക്കെ, വിഡ്ഢികളിലെ ഏറ്റവും താഴ്ന്നവനും എല്ലാ ബുദ്ധിക്കും അതീന്ദ്രിയനായവരും ഈ രണ്ടുപേരും സന്തോഷം ആസ്വദിക്കുന്നു. എന്നാൽ രണ്ടിനും ഇടയിലുള്ളവർ ഭൗതികതയുടെ കഠിന യാതന അനുഭവിക്കുന്നു. 18ാമത്തെ ശ്ലോകം. പക്ഷേ എന്റെ പ്രിയ ഗുരു, ഭൗതിക പ്രപഞ്ചം യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുമെങ്കിലും അതിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ ഞാൻ ഇപ്പോൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ പാദസേവന ചെയ്യുന്നത് കൊണ്ട് തെറ്റായ ആശയം ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ കാര്യങ്ങളാണ് വിതുരന് സംസാരിക്കുന്നത്. മൈത്രേയ മുനിയിൽ നിന്ന് കാരണങ്ങൾ എല്ലാം, വിവരങ്ങളെല്ലാം അറിഞ്ഞ വിതുരർക്ക് ഉണ്ടായ ഭാവവ്യത്യാസം, അല്ലെങ്കിൽ അതിനുണ്ടായ ജ്ഞാനത്തിനുണ്ടായ വ്യത്യാസം. ഭൗതിക ലോകം എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം എന്ന് തോന്നിക്കുമെങ്കിലും അതിൽ കഴമ്പില്ലെന്ന് ബോധ്യമായി ഞാൻ ഇപ്പോൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. സോ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡെറ്റഡ് ടു മൈത്രേയ മുനി. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കാണിക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രകടമാക്കാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്ന് തന്നെ. നമ്മൾ പലപ്പോഴും നമ്മൾ ഭഗവാനോട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഭഗവാനിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. സോ ആ ഒരു കടപ്പാട്, അല്ലെങ്കിൽ ആ ഒരു കൃതജ്ഞത നമ്മൾ ഭഗവാനോട് കാണിക്കണം എന്നും നമ്മളത് ഓർക്കണം. ഭഗവാനെ നമുക്ക് എത്രമാത്രം ഫെസിലിറ്റീസ് ഭഗവാൻ നൽകിയിരിക്കുന്നു. അതായത് നമുക്ക് അന്തരീക്ഷത്തിലുള്ള വായു, നമുക്ക് നൽകിയിരിക്കുന്ന ജലം, ഈ ആരോഗ്യം, ഈ മനുഷ്യ ശരീരം, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യ ശരീരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ഭാഗ്യമായ 800 കോടി ജനങ്ങളുള്ള ഈ പ്രപഞ്ചത്തില് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം എന്ന് പറയുന്നത് മറ്റു പലർക്കും കിട്ടാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് ഞാൻ തൃശ്ശൂര് പോയിരുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടി പോയത്. എന്താന്ന് ചിലർക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പോയത് സൗത്ത് വൃന്ദാവൻ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്കോൺ ക്ഷേത്രത്തില് അവിടുത്തെ പൂജാരികൾക്ക്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഇനിഷ്യേറ്റഡ് ഡിവോട്ടീസ് ഞാനൊരു ഡൈറ്റി വർഷിപ്പ് കോഴ്സിന്റെ ഒരു സെമിനാർ എടുക്കാനായിട്ട് പോയതാണ്. ആ ഡൈറ്റി വർഷിപ്പ് സെമിനാർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാറുള്ളത്, ഇപ്പൊ പറഞ്ഞതുപോലെ ഈവൻ ഈ ഇസ്കോണിൽ വന്നിരിക്കുന്നവരിൽ തന്നെ ഉള്ളവരിൽ വെച്ച് നോക്കിയാൽ തന്നെ ആ ബ്രാഹ്മിൻസിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇസ് വെരി വെരി റെയർ. 800 കോടി ഭഗവാൻ തന്നെ പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു കസ്യത് യതതി സിദ്ധി. 1000 ഒരുവനെ എന്നെ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ അറിയാൻ ശ്രമിച്ചവരിൽ 1000 ഒരുവനെ എന്നെ അറിയുന്നുള്ളൂ. അങ്ങനെ അറിയാനായിട്ട് സാധിച്ചവരിൽ തന്നെ അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ പറയാണ് ഇസ്കോണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ തിയററ്റിക്കലി നമ്മൾ മനസ്സിലാക്കുന്നു ഹൂ ഇസ് ദ ലോർഡ്, അല്ലെങ്കിൽ സുപ്രീം പേഴ്സന്റെ പവർ എന്താണ്, ആരാണ് ഭഗവാൻ എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയ ഭഗവാനെ സേവിക്കാനുള്ള അവസരം, അതായത് സേവിക്കാനുള്ള അവസരം എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ്, അതായത് നമ്മളുടെ ഭഗവാനെ എങ്ങനെയാണ് ഓഫർ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ വീട്ടിൽ ഓഫർ ചെയ്യുന്നുണ്ട് ഹോം സ്റ്റാൻഡേർഡ്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഇൻ ദ ഫസ്റ്റ് ക്ലാസ്, എ ക്ലാസ് രീതിയിൽ വേണം അതിന് ഓഫറിങ് നടത്താനായിട്ട്. അപ്പം ആ സിസ്റ്റം എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭഗവാനെ ഉറക്കാൻ കിടത്തേണ്ടത്, അതുപോലെ ഭഗവാനെ ഉണർത്തേണ്ടത്, ഭഗവാൻ പല്ല് തേപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഓപ്ഷണലാണ്. പക്ഷെ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഭഗവാനെ എങ്ങനെ കുളിപ്പിക്കണം ഇതിനെക്കുറിച്ച് നമ്മൾ തിയററ്റിക്കലി ക്ലാസ് കൊടുത്ത്, ഇനി പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ് 12ാം തീയതി 13ാം തീയതി വീണ്ടും പോകണം, അവിടെ വീണ്ടും ചെയ്തു കൊടുക്കണം. സോ അപ്പൊ ഈ ഭഗവാനെ ഉറക്കാനൊക്കെ കിടത്തുമ്പോൾ ശരിക്കും ഉത്സവമൂർത്തിയെ നമ്മൾ ചെറിയ കട്ടിൽ പോലുള്ള കട്ടിലുണ്ട്, ആ കട്ടിലിൽ കിടത്തിക്കൊണ്ട് മെത്തയൊക്കെ ഇട്ടിട്ട് ഭഗവാനെ പുതപ്പിച്ച് നമ്മൾ ഭഗവാനെ പാദമൊക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുത്ത് വളരെ ഡിം ലൈറ്റൊക്കെ വളരെ ഡിം ആക്കിക്കൊണ്ട് അതിന് ചൊല്ലേണ്ട മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട്, സോ ആ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ഓപ്പർച്യൂണിറ്റി എത്രമാത്രം റെയറാണ്. ആ റെയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണ്ടേ. അതുപോലെ തന്നെ ആ പ്രവൃത്തി കിട്ടിയതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഭഗവാനോട് കാണിക്കണം. നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, എത്ര റെയറസ്റ്റ് ഓഫ് റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ആ ബ്രാഹ്മിൻസിന് കിട്ടിയത്. സോ ഞാൻ പറഞ്ഞത് ഈവൻ ഫോർ അസ്, നമ്മൾ ഒട്ടും ലെസ് അല്ല, വി ആർ നോട്ട് അറ്റ് ഓൾ ലെസ്സർ ദാൻ ദാറ്റ്. കാരണം നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അവസരം
ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള അവസരം, അത് ഈവൻ 0.001% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഉള്ള ആൾക്കാർക്ക് കിട്ടുന്ന സുവർണ അവസരമാണ്. സോ വി ഷുഡ് ഹാവ് ഓൾവേസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ലോർഡ്. നമുക്ക് ആ ഒരു ഭഗവാൻ നമ്മൾ ആ കൃതജ്ഞത നമ്മൾ ഭഗവാനോട് കാണിക്കണം. സോ അതാണ് ഇവിടെ വിതുരര് പറയുന്നത്, അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സോ ഐ എം കംപ്ലീറ്റ്ലി ഇൻഡെറ്റഡ് ടു യു. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഈസ് ആക്ച്വലി, ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ഐ ഷുഡ് ഓൾസോ ഡു ദാറ്റ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ചെയ്യണമെന്ന്. നമ്മളെ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ കൊണ്ടുവന്ന ആളോടും, അല്ലെങ്കിൽ നമ്മളെ കൃഷ്ണ കോൺഷ്യസ്നെസ് ഇപ്പോ നമ്മൾക്ക് ഗൈഡൻസ് തരുന്ന വ്യക്തികൾക്കും, ഈവൻ ടു അവർ പേരൻസ്, നമ്മുടെ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാജിമാരോട് പറയുകയാണെങ്കിൽ ടു യുവർ ഹസ്ബൻഡ്സ്, അല്ലെങ്കിൽ പ്രഭുക്കന്മാരോട് പറയുകയാണെങ്കിൽ ടു യുവർ വൈഫ്സ്, നമ്മൾ ആ തീർച്ചയായിട്ടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഒന്ന് എഴുതി വെക്കാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതണം ഒരു ബുക്കിൽ. അത് ചുമ്മാതെ എഴുതുകയല്ല, ചുമ്മാതെ യെസ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഐ എം റിയലി താങ്ക് യു ഫോർ, അങ്ങനെ എഴുതിയാൽ മാത്രം പോലെ. തീർച്ചയായിട്ടും അതും എഴുതണം. പക്ഷെ അതിന് കൂടെ തന്നെ വൈ ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു, എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട്, അല്ലെങ്കിൽ അച്ഛനോട്, അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥനോട്, അല്ലെങ്കിൽ എനിക്കിത് പറഞ്ഞു തന്ന ആളിനോട് എന്തുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. യു റൈറ്റ് സം വേർഡ്സ്, എല്ലാ ദിവസവും ഒരു ലൈൻ എഴുതിയാൽ മതി. സോ ഇന്ന് എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ഈ രീതിയിൽ പെരുമാറി, എനിക്കത് വളരെ സന്തോഷം തോന്നി. ഐ എം കംപ്ലീറ്റ്ലി ഇൻഡെറ്റഡ് ടു യു. എനിക്ക് ഈ ജന്മം ഞാൻ നൽകിയിട്ട്, അല്ലെങ്കിൽ എന്നെ കൂടെ കൂട്ടിയതിന് ശേഷം എനിക്ക് കൃഷ്ണഭാവനാമൃതത്തിൽ നിൽക്കാനുള്ള അവസരം അങ്ങ് എനിക്ക് തന്നു. അത് ഞാൻ അങ്ങയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അത് ആ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് ഇറ്റ് ഇസ് നോട്ട് എ ലിറ്റററി ജസ്റ്റ് സിംപ്ലി എഴുതുന്നതല്ല. വി ഷുഡ് റൈറ്റ് ഫ്രം ദ ഹാർട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റൈറ്റ് വിത്ത് എ പോയിന്റ്. അവരെ ഭാര്യ ഇന്നെനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി ഭോഗ ഓഫർ ചെയ്തു, ഇറ്റ് വാസ് എ ടേസ്റ്റി അല്ലെങ്കിൽ ഡിലീഷ്യസ് പ്രസാദം എനിക്ക് നൽകി, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ കോൺഷ്യസ്നസ് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ടു സ്റ്റാൻഡ് അലോങ് വിത്ത് മീ. സോ നമുക്കങ്ങനെ പല ഗുരുനാഥനോട്, ഗുരുനാഥൻ യു ഗേവ് മീ ലൈക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി, എനിക്ക് അങ്ങയുടെ പാദത്തിൽ, അല്ലെങ്കിൽ ശരണത്തിൽ എനിക്ക് സ്ഥാനം തന്നതിന് ഞാൻ അങ്ങോട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ശില പ്രഭുപാദിനോട്, വി ആർ കംപ്ലീറ്റ്ലി ഇൻഡെറ്റഡ് യു ഗേവ് us this ശ്രീമദ് ഭാഗവതം ബുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ യഥാർത്ഥ ജ്ഞാനത്തിൽ നമ്മൾ പഠിക്കുകയില്ല. സോ ഗുരു പരമ്പര, സോ വി ക്യാൻ റൈറ്റ് എൻ നമ്പർ, ഒരുപാട് എഴുതാം. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓക്കെ, മേ ബി ഗുരുമഹാരാജിനെ എഴുതുമ്പോൾ എല്ലാ ദിവസവും സെയിം വേർഡിങ്സ് എഴുതുമായിരിക്കും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റ്. അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ഒരു ദിവസം ഗ്രേറ്റ്ഫുൾനെസ് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. സോ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ആർക്കെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അത് തീർച്ചയായിട്ടും അത് നമ്മൾ എഴുതുകയും അത് മനസ്സിൽ കൊണ്ട് നടക്കുകയും വേണം. അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിതുരര് ചെയ്യുന്ന കാര്യം വാട്ട് ഈസ് ഈസ് ക്ലിയർലി സേയിങ്, അതിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ ഞാൻ ഇപ്പോൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത്? ബിക്കോസ് യു എൻലൈറ്റൻഡ് മീ. എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങയുടെ സേവ ചെയ്യുന്നത് കൊണ്ട് തെറ്റായ ആശയം ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ബൈ റെൻഡറിങ് സർവീസ് ടു യു, എനിക്കിതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങളെ മാറ്റാൻ സാധിക്കുമെന്ന് ആശയമുണ്ട് എന്നാണ് വിതുരർ പറയുന്നത്. വളരെ മനോഹരമായ ഭാഗമാണ്. റിയലി ഗ്രേറ്റ് തിങ്. ശ്ലോകം നമ്പർ 19 നമുക്ക് പോകാം. സേവയാ ഭഗവത കുടസ്ഥസ്യ മധുദ്വിഷഃ രതിരാസോ ഭവേത് തീവ്ര പാദയോർവ്യസനാർദ്ദനഃ. വിവർത്തന ഭാവാർത്ഥം ശിലപ്രഭുപാദയുടെ. ശിലപ്രഭുപാദ് കി ജയ്. ആത്മീയ ഗുരുവിന്റെ പാദസേവ ചെയ്യുക വഴി ആരുടെ സേവനത്താൽ ഭൗതിക ദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമോ, അദ്ദേഹത്തിന്റെ മാറ്റാൻ കഴിയാത്തവനും മധു എന്ന രാക്ഷസന്റെ ശത്രുവും പരമദിവ്യോത്തമ പുരുഷനുമായ ആ ഭഗവാന്റെ അതീന്ദ്രിയോന്മാദ സേവനം വികസിപ്പിക്കുവാൻ കഴിവുണ്ടാകും. ശിലപ്രഭുപാദ ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഭഗവാന്റെ നേരിട്ടുള്ള ശിലപ്രഭുപാദ് കി ജയ്. പ്രഭുപാദ ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ നേരിട്ടുള്ള സേവനത്തിന് ആവശ്യമായ അതീന്ദ്രിയമായ ഭക്തി ആർജിക്കുവാൻ മൈത്രേയ മുനിയെ പോലുള്ള ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിന്റെ സഹവാസം അത്യന്തം സഹായകമാകും. ഭഗവാൻ രാക്ഷസനായ മധുവിന്റെ ശത്രുവാണ്. മറ്റു വാക്കുകളിൽ അദ്ദേഹം തന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ ക്ലേശങ്ങളുടെ ശത്രുവാണ്.
രതിരാസ എന്ന വാക്ക് ഈ ശ്ലോകത്തിൽ അർത്ഥവത്താണ്. വിവിധ രീതികളിലുള്ള ബന്ധങ്ങളിലൂടെയാണ് ഭഗവാന് വേണ്ടിയുള്ള അതീന്ദ്രിയ സേവന നിർവഹണം. ശാന്തം ശാന്തം സജീവം സൗഹൃദം ശാന്തമാണ് ശാന്തം സജീവം സൗഹൃദം വാത്സല്യം പ്രേമം. ഭഗവാന് വേണ്ടിയുള്ള അതീന്ദ്രിയ സേവനത്തിന്റെ സ്വതന്ത്ര അവസ്ഥയിലുള്ള ഒരു ജീവസത്ത മേൽപ്പറഞ്ഞ ഏതെങ്കിലും ബന്ധത്താൽ ആകർഷനായിരിക്കും. ഒരുവൻ അതീന്ദ്രിയ ഭക്തി സേവനത്തിൽ നിരതനായി കഴിഞ്ഞാൽ അവന്റെ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ആസക്തിയും യാന്ത്രികമായി അതിജീവിക്കപ്പെടും. ഭഗവത്ഗീത 2:59 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ രസവർജം രസോപി അസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. സോ ഇവിടെ പറയുന്നത് മധു എന്ന രാക്ഷസനെ വധിച്ച ഭഗവാന് ഇവിടെ അത് അഡ്രസ് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ മധു എന്ന രാക്ഷസനെ കൊല്ലുന്നതിനുള്ള ചില പ്രഭാതങ്ങൾ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? മധുദ്വിഷഹ എന്ന് പറയുന്നത് മധുവിന്റെ ശത്രു. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? നമ്മളുടെയും ഈ പറഞ്ഞ നമ്മളുടെ ശത്രുക്കളായ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വാസനകൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോപ മോഹമത മാത്സര്യം എന്ന് പറയുന്ന ഈ ശത്രുക്കളെയും നീ നശിപ്പിച്ച് അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ആണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യുന്നത് കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായ ആ ഭഗവാന്റെ അതീന്ദ്രിയോന്മാദ സേവനം വികസിപ്പിക്കുവാൻ കഴിവുണ്ടാവും. ആ ഭഗവാന്റെ സേവനത്തിലേക്ക് നമുക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് റെൻഡറിങ് സർവീസ് ടു അവർ ഗുരു. ഗുരുവിന് വേണ്ട സേവനം ചെയ്യുക. അതാണ് പറയുന്നത്, ആത്മീയ ഗുരുവിന്റെ പാദസേവ ചെയ്യുക വഴി ആരുടെ സേവനത്താൽ ഭൗതിക ദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സോ നമ്മുടെ എല്ലാവരുടെയും ഭൗതിക ദുഃഖങ്ങളെ അതിജീവിച്ച് ഭഗവാന് സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതാണ് തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ്. ഗുരുവിനെ സേവിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മിക ഗുരു മഹാരാജിനെ തീർച്ചയായിട്ടും സേവിക്കണം. മേ ബി നമുക്ക് ഫിസിക്കലി അദ്ദേഹം സേവിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ വി ക്യാൻ ഡു ഇറ്റ് ത്രൂ വാണി സേവ. വാണി സേവ വഴി നമുക്ക് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വപു സേവയെക്കാളും ഗുണം എന്ന് പറയുന്നത് വാണി സേവയാണ്. സോ വപു സേവയ്ക്ക് ഇമ്പോർട്ടൻസ് കുറവുണ്ട് എന്നല്ല ഞാൻ പറയുന്ന അർത്ഥം. പക്ഷെ വപു സേവ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുമാരായി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പക്ഷെ നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ട് നമ്മൾ ഡീല് ചെയ്തേക്കാം. പക്ഷെ ഗുരുമാരായി നമ്മുടെ അടുത്തില്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നുള്ളതാണ് ഇറ്റ് മാറ്റേഴ്സ്. സോ വാണി സേവ എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൂടുതൽ തന്നെയാണ്. സോ അത് നമുക്ക് ആ സേവനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഗുരു എന്ന് പറയുമ്പോൾ ഗുരു മഹാരാജ് തീർച്ചയായിട്ടും നമ്മുടെ ദീക്ഷാ ഗുരു തന്നെയാണ് ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. പക്ഷേ ശിക്ഷാ ഗുരു ഇസ് ഓൾസോ നോട്ട് ലെസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ IDC കോഴ്സ് പഠിക്കുമ്പോൾ അതിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. There are 3 types of gurus actually. Okay, 3 types mainly. വർദ്ധമ പ്രദക്ഷക ഗുരു ഉണ്ട്, അത് സമ്മതിച്ചു. പക്ഷെ ദീക്ഷാ ഗുരു ഉണ്ട്. ശിക്ഷാ ഗുരുവിൽ തന്നെ there are 2 types of ശിക്ഷാ ഗുരു. 2 തരത്തിലുള്ള ശിക്ഷാ ഗുരു ഉണ്ട്. ശിക്ഷാ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ജനറൽ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആരിൽ നിന്നൊക്കെ നമ്മൾ ശിക്ഷ സ്വീകരിക്കുന്നുവോ ഹി ഈസ് കൺസിഡർഡ് ആസ് അവർ ശിക്ഷാ ഗുരു. നമ്മൾ യൂട്യൂബിലാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബുക്സിലാണെങ്കിലോ എവിടെന്നെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ബുക്കുകൾ വായിച്ച് ഈവൻ കൃഷ്ണ കോൺഷ്യസ്നത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഭക്തരിൽ നിന്ന് പല ഭക്തരിൽ നിന്ന് നമ്മൾ ലെക്ചറുകൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമുക്ക് അവരെ ശിക്ഷാ ഗുരുവായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഹി ഈസ് വൺ ടൈപ്പ് ഓഫ് ശിക്ഷാ ഗുരു. പക്ഷേ ദർ ഇസ് അനദർ വൺ ടൈപ്പ് ഓഫ് ശിക്ഷ. ദർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട്. പല ആൾക്കാരും ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതായത് രണ്ടാമത്തെ ശിക്ഷാ ഗുരു എന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത്, അതായത് ഫ്രം ദ സ്ക്രാച്ച് ഏറ്റവും താഴെയിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മളെ ദീക്ഷ വരെ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ദാറ്റ് ഷുഡ് ബി വൺ പേഴ്സൺ. ആ വ്യക്തി, ഞാൻ പറഞ്ഞു അനേകം ശിക്ഷാ ഗുരുക്കൾ ഉണ്ടെങ്കിലും ദിസ് പേഴ്സൺ ഈസ് ഓൾസോ കോൾഡ് ആസ് ശിക്ഷാ ഗുരു. ഇദ്ദേഹത്തെ ശിക്ഷാ ഗുരുവായിട്ടാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എങ്കിൽ പോലും പക്ഷെ ആരാണോ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ്, എല്ലാവർക്കും അങ്ങനെ ഒരാൾ ഉണ്ടാവണം. പ്ലീസ് ബി കെയർഫുൾ. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടെന്നാൽ എന്താ അറിയാമോ, ഞാൻ ഡോണ്ട് ടേക്ക് ഇറ്റ് റോങ് സെൻസ്, പക്ഷെ ടേക്ക് ഇറ്റ് റൈറ്റ് വേ. പ്രധാനമായിട്ട് ഒരു കറക്റ്റ് വഴിയിൽ നമ്മൾ കേൾക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ക്ലാസ് കേൾക്കുന്നവരിൽ പലരും പല സ്ഥലങ്ങളിലും ക്ലാസ് കേൾക്കുന്നവരാണ്. ദിസ് നത്തിങ് റോങ്, ചെയ്യുന്നതിന് ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പല സ്ഥലത്ത് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിലും we should accept one person as your guiding guru.
ഒരാളെ നിങ്ങൾ ആ ആള് പറയുന്നതായിരിക്കണം നിങ്ങൾക്ക് ലാസ്റ്റ് വേർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും യു ഷുഡ് ഇൻഫോം ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയോട് ഡിസ്കസ് ചെയ്തിട്ട് എന്നിട്ട് മാത്രമേ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ചെല്ലാവൂ. സോ ആ വ്യക്തി ആയിരിക്കണം നിങ്ങളെ താഴെയിൽ നിന്ന് നിങ്ങളെ പിടിച്ച് ഗുരുവിന്റെ പാദത്തിലേക്ക്, അതായത് ദീക്ഷാ ഗുരുവിന്റെ പാദത്തിലേക്ക് എത്തിക്കുന്നതിന് വരെയുള്ള ചുമതല. തീർച്ചയായിട്ടും അതിനുശേഷവും ഗൈഡൻസ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നായിരിക്കണം. ആ വ്യക്തി എന്ന് പറയുന്നത് IDC കോഴ്സ് പറയുന്നുണ്ട്, ദാറ്റ് പേഴ്സൺ ഈസ് നോൺ ഡിഫറെന്റ് ദാൻ യുവർ ദീക്ഷാ ഗുരു. സോ ദർ ഇസ് എ ജനറൽ കൺസെപ്റ്റ്, ശിക്ഷാഗുരുവും ദീക്ഷാഗുരുവും ഷുഡ് ബി സീൻ ഇൻ ദ സെയിം ലെവൽ. ഒരേ ലെവലിൽ നമ്മൾ അദ്ദേഹത്തെ കാണണം എന്ന്, ശിക്ഷാഗുരുവിനെയും ദീക്ഷാഗുരുവിനെയും ഒരേ ലെവലിലാണ് കാണണമെന്ന് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ശിക്ഷാഗുരു എന്ന് പറയുന്നത് ദിസ് ശിക്ഷാഗുരു, because he is spending his time, his energy, his millions of gallons of blood he is spending to bring you from this level to that level. So ആ വ്യക്തിയും ദീക്ഷാ ഗുരുവും തമ്മിൽ there is no difference. Not all the shiksha gurus, definitely they are valid, they are important, they are been revered well. അവർക്ക് അതേപോലെ റെസ്പെക്ട് കൊടുക്കണം. നമ്മൾ പല ആൾക്കാരിൽ നിന്ന് ശിക്ഷ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആരാണോ നിങ്ങളെ താഴെ നിന്ന് പിടിച്ച് നിങ്ങളെ ദീക്ഷാ ലെവലിലേക്ക് എത്തിക്കുന്നത്, അതാണ് ദാറ്റ്സ് യുവർ റിയൽ ശിക്ഷാ ഗുരു. ആൻഡ് ആ ശിക്ഷാ ഗുരു ഈസ് ഓൾസോ ഈക്വലി വാല്യൂഡ് അല്ലെങ്കിൽ റെവേർഡ് അല്ലെങ്കിൽ കൺസിഡേർഡ് ആസ് യുവർ ദീക്ഷാ ഗുരു. സോ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സോ അങ്ങനെയുള്ള ഗുരുക്കന്മാർ, ഈവൻ ആ ദീക്ഷാ ഗുരുവിനെ ആണെങ്കിലും ഈ ഗുരുവിനെ ആണെങ്കിലും സെർവ് ചെയ്യുന്നത് കൊണ്ട് യു വിൽ ഗെറ്റ് the gurus will, once the guru is pleased, ആ ഗുരു സന്തുഷ്ടനായി കഴിഞ്ഞാൽ he will guide you and he will take you to the service of, to engage you to the service of the Lord. So അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ചില പ്രഭാത ഫർദർ പറയുന്നത് ഭഗവാനെ അഞ്ച് രീതിയിൽ അപ്പം ആ ഒരു ബന്ധത്തിൽ കൂടി തന്നെ ഭഗവാനൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സേവനം പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നൊരു പോയിന്റിലേക്ക് ശില പ്രഭുപാദ് നമ്മളെ ഇവിടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി സെർവ് ചെയ്യുകയല്ല, പോയി മിറ്റം തൂത്തു അല്ലെങ്കിൽ പോയി വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതല്ല. സോ ടു ഹൂം വി ആർ ഡൂയിങ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഡൈറ്റി വർഷിപ്പ് കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും റിപ്പീറ്റഡ്ലി നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, കൃഷ്ണ ഈസ് എ പേഴ്സൺ, ദ ഡൈറ്റി ഈസ് എ പേഴ്സൺ. യു ഹാൻഡിൽ ഹിം ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫ് യു ഹാൻഡിൽ, എങ്ങനെയാണ് ഭഗവാന്റെ, ഞങ്ങൾക്ക് രസകരമായ ഒരു സംഭവമാണ്. I'm just connecting, കാരണം ആ പോയിന്റും ഇതുമായിട്ട് നമുക്കൊരു ലിങ്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ ഭഗവാനെ ഉറക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രഭു ഉണ്ട്, ഞാനിത് തലേദിവസം ശ്രദ്ധിച്ചിരുന്നു. ആ പ്രഭു കുറച്ച് ലൗഡ്ലിയാണ് മന്ത്രങ്ങളൊക്കെ ചാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കീപ്സ് ചാൻഡിങ് ഹരേ കൃഷ്ണ നമ്മൾ കുറച്ച് ഉറക്കെ ആൾട്ടറിനകത്ത് നിന്നുകൊണ്ട് ഭഗവാനെ ഉറക്കാൻ കിടത്തുമ്പോഴും ഹരേ കൃഷ്ണ ഉറക്കെ ജപിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, പ്രഭു നോ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നമ്മൾ ലോവർ വോയിസ്, നമ്മളിപ്പം കുഞ്ഞിനെ ഉറക്കുകയാണെങ്കിൽ നമ്മൾ ഓമാന തിങ്കൾ അങ്ങനെ പാടത്തില്ലോ. ഈ മൈൽഡ് വോയിസിൽ ഓമാന തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞ വളരെ മൈൽഡ് വോയിസിൽ നമ്മൾ വളരെ താളത്തിൽ നിന്ന് ഒക്കെ പാടാൻ പക്ഷെ അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് സൗണ്ട് വളരെ ലോ വോയിസിലാണ് നമ്മൾ പാട്ട് പാടിയെങ്കിൽ ആ കുട്ടിക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. വി ഫീൽ ദാറ്റ് സെയിം തിങ് ടു ദ ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് അവർ അടച്ചിട്ട് ഒരു എടിപിടിയും ബഹളവും ഒക്കെ. കഴിഞ്ഞ തലേദിവസം ഞാനവിടെ നിന്ന സമയത്ത് ഒരു എടിപിടിയും ബഹളവും അവിടെ ഭയങ്കര ബഹളവും ഒക്കെയാണ് അകത്ത് ഭഗവാനെ ഉറക്കാൻ കിടത്തുമ്പോഴുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. യു ഷുഡ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ദാറ്റ്. ഒരു ഡിം ലൈറ്റ്, വളരെ ഡിമ്മായിട്ട് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ഉറങ്ങാനുള്ള പാകത്തിനാക്കിക്കൊണ്ട് ഭഗവാൻ വളരെ ഒരു ശബ്ദം ഉണ്ടാക്കരുത്. ഷുഡ് നോട്ട് മേക്ക് എനി നോയ്സ്. ഒരു ശബ്ദം ഉണ്ടാക്കരുത്. വേണ്ട പാരഫെർനേലിയ എല്ലാം എടുത്തുകൊണ്ട് അതിന്റെ ലിസ്റ്റ് ഉണ്ട്, ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാ സാധനങ്ങളും നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് എവറിഥിങ് ഇസ് ദെയർ. പിന്നെ പോയിട്ട് പിന്നെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു ബഹളവും ശബ്ദം, നോ, ഷുഡ് നോട്ട് ഡു ദാറ്റ്. അപ്പം അതെല്ലാം പ്രോപ്പർ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ ആ പ്രോഗ്രാമിൽ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞു നോട്ട് റിലേറ്റഡ്, പക്ഷേ ഈ മേക്സ് ലിറ്റിൽ ലൗഡ് സൗണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ശാന്തമായിട്ട് പതുക്കെ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ പതുക്കെ മസാജ് ചെയ്തിട്ട് സ്ലോലി കം ഔട്ട്. വെളിയിലോട്ടൊക്കെ അവിടെ വെളിയിൽ അടുത്ത് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ക്ഷമാപണം, അക്ഷിത്രിയ വചനം എന്ന് പറയും. അതായത് ആസ്കിങ് ഫോർ ഗീവ്നെസ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും മന്ത്രഹീനം, ഏത് ക്രിയാഹീനം വിധീനം ചെയ്യാത്തവേദ് അസ്തുത സർവം അച്യുത്രം കൃഷ്ണകാശം പ്രസാദതഃ യത്കിഞ്ചിത് വൈഗുണം ജാതം തദ്ദോഷ സമാനായ ശ്രീകൃഷ്ണം സ്മരണം കരോമി.
ഭഗവാനെ ഓർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സിൽ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥന സൈഡിൽ നിന്നുകൊണ്ട് വളരെ മൈൽഡ് വോളിയത്തിൽ പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി തെളി ഇറങ്ങിയിട്ട് ഡോർ അടച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്രണമിച്ചിട്ട് യു ഷുഡ് ഗോ ഔട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഭാവത്തിനുണ്ടാവണം. ആ ഭാവം നമുക്കുണ്ടാകണമെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. സോ ഭഗവാനെ ഉറക്കാൻ കിടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തന്ത്രികൾ എന്ന് പറയും. തന്ത്രിയും മേൽശാന്തിയും ടു ഡിഫറെന്റ് കാറ്റഗറി അല്ലെങ്കിൽ ലെവൽ ഓഫ് പൂജാരീസ്. എന്താണ് തന്ത്രിയുടെ പ്രാധാന്യം എന്ന് പറയാം ആർക്കെങ്കിലും? ആരാണ് തന്ത്രി എന്ന് ഉദ്ദേശിക്കുന്നത്? അച്ഛന്റെ സ്ഥാനമാണ് വിഗ്രഹം. വെരി ഗുഡ്, കറക്റ്റ്. ഭഗവാന്റെ അച്ഛന്റെ സ്ഥാനമാണ്. കാരണം തന്ത്രി എന്ന് പറയുന്നത് തന്ത്രിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രാണനിൽ നിന്നാണ് ഗീവ്സ് ദ പവർ ടു ദ ഡീറ്റി. ഭഗവാന് ശക്തി കൊടുക്കില്ല, ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ശക്തിയാണ്. സോ ഇസ് കൺസിഡർഡ് ആസ് എ ഫാദർ. ഫാദർ എന്ന് മാത്രമല്ല, ഇസ് എ പേരന്റ്. അച്ഛനും അമ്മയും അദ്ദേഹം തന്നെയാണ്. ഇവിടെ ഫിസിക്കലി ഒരു ബർത്ത് ഭഗവാന് ഇത് വിഗ്രഹത്തിന് കൊടുക്കാത്തത് കൊണ്ട് ഈസ് കൺസിഡർഡ് ആസ് ദ മദർ ആൻഡ് ഫാദർ ഓഫ് ദ ഡീറ്റി. അപ്പൊ അതാണ് തന്ത്രി എന്ന പോസ്റ്റ്. അപ്പൊ തന്ത്രിക്ക് ഒരു ഫാദർ അല്ലെങ്കിൽ പറഞ്ഞ പേരന്റിന്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അതേപോലെ തന്നെ പൂജ ചെയ്യുന്ന ആൾക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോഴേ എൻ്റെ ഉണ്ണിയാണിത്, എൻ്റെ കുഞ്ഞാണിത്, ആ കുഞ്ഞിനെ ഞാൻ ഉറക്കണം എന്ന ഭാവം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതാണ് ശില പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അതായത് ശാന്ത സജീവമായിട്ട് അല്ലെങ്കിൽ ശാന്തദാസ്യ സാഖ്യ വാത്സല്യ മാധുര്യ. സോ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ആ റിലേഷൻഷിപ്പ് കൊണ്ടുവരികയാണെങ്കിൽ വി ക്യാൻ മേക്ക് ഹിം സ്ലീപ്പ്, വി ക്യാൻ ഫീഡ് ഹിം, വി ക്യാൻ ഡ്രസ് അപ്പ് ഹിം, അങ്ങനെ വി ക്യാൻ ഇന്ററാക്ട് വിത്ത് ഹിം ഇൻ മെനി വേസ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമ്മൾ അത് നമ്മൾ സ്ലോലി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. വിൽ എൻഡ് ടുഡേ. എന്തെങ്കിലും ഡിസ്കഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. നമ്മള് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആരാണ് ജഗന്നാഥനെ അഷ്ടപതി പാടിയിട്ടാണ് ഓർക്കണേന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അഷ്ടപതി പാടുന്നത് തെറ്റുണ്ടോ? അഷ്ടപതി പാടാൻ തെറ്റുണ്ടോന്നോ? ഇല്ല, തെറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ സമ്പ്രദായത്തിൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെന്നായിരിക്കുന്നു. കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മാതിരി. കാരണം ദാറ്റ് ടോക്സ് അബൌട്ട് ദ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ആൻഡ് ശ്രീമതി രാധാറാണി. ഭഗവാനും ശ്രീമതി രാധയും തമ്മിലുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഗീതാ ഗോവിന്ദത്തില് ഗീതാ ഗോവിന്ദത്തിന്റെ ഭാഗമാണല്ലോ അഷ്ടപതി. സോ അതില് അപ്പൊ അതില് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട് ഈവൻ ചില പ്രഭുപാദ് നമ്മളോട് ഈവൻ ഗോപികാ ഗീതം പാടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഗോപികാ ഗീതം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യു ആർ അലൗഡ് ടു ചാൻഡ് ദ ശ്ലോകാസ്, യു ഡോണ്ട് റീഡ് ദ മീനിങ് എന്ന് പറയും. ഗോ ഡീപ്പ് ഇൻ ടു ദ മീനിങ്സ് എന്ന് ചില പ്രഭുപാദ് പറയും. കാരണം നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗീതാ ഗോവിന്ദം എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം. പക്ഷെ അതിന് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇസ്കോണിൽ അതിനത്ര ഇത് കൊടുത്തിട്ടില്ല. പക്ഷെ ടു സേ എന്നാലും ഇവൻ അത് പറയുന്ന അതിനോടൊപ്പം മറ്റൊരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ എനിക്കൊന്ന് ഇറ്റ്സ് ലൈക്ക് 1.5-2 years, 2 വർഷത്തിനകം, അതോ 2-3 വർഷം, മേ ബി 2-3 years, ഈ സമയം കൊണ്ട് മായാപൂരില് ഈ സമയത്തുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. മായാപൂരില് ഈ ഗീതാ ഗോവിന്ദം പാടുന്നുണ്ട്, അല്ലെങ്കിൽ അഷ്ടപതി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതും ഇറ്റ്സ് നോട്ട് അലൗഡ് ഫോർ ദ പബ്ലിക്. ജനറൽ പബ്ലിക്കിന് അലൗഡ് അല്ല. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. അതിന് ചെറിയ നമ്മൾ ഈ പറഞ്ഞ സാമവേദം ചൊല്ലുന്നത് പറഞ്ഞതുപോലെ അതിനും സം ഈ ട്യൂണ് അല്ലെങ്കിൽ ദാറ്റ് ഓൾ മാറ്റേഴ്സ് ഫോർ ദാറ്റ്. അപ്പോ എനിക്കതിന് ഓപ്പണായിട്ട് പെർമിഷൻ തരാനായിട്ടുള്ള ഒരു ഇതെനിക്കില്ല. കാരണം അതിന് ആ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ് അലൗഡ് ഫോർ അസ് ടു ഡു ദാറ്റ്. ഒന്ന് ഇൻട്രിഗസീസ് അല്ലെങ്കിൽ അതിനകത്തുള്ള
ഡീപ്പ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കാരണം നമുക്കത് അറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഇസ്കോണിൽ ഇസ് നോട്ട് എ സ്റ്റാൻഡേർഡ്. പക്ഷേ ഇസ്കോൺ ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിനകം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. I know Krishna Chaitanya Prabhu is the head of the deity ministry now. Ministry അല്ല, deity department in Mayapur. അദ്ദേഹവും അസിസ്റ്റന്റ് നെക്സ്റ്റ് സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ ജന്യവാസ് പ്രഭു ആണ്, സെക്കൻഡ് പേഴ്സൺ കൃഷ്ണ ചൈതന്യ പ്രഭു. കൃഷ്ണ ചൈതന്യ പ്രഭുവും അതിനെ വേറെ കുറച്ച് ഡിസൈപ്പിൾസ്, ഗുരുകുലത്തിലുള്ള ഡിസൈപ്പിൾസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചൊല്ലുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഭഗവാനെ ഉറക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല മാതാജി. കാരണം നമുക്ക് വി ഹാവ് സം മന്ത്രാസ് ഗിവൺ, ചില മന്ത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ചൊല്ലിക്കൊണ്ട് വേണേ ഉറക്കാം ഭഗവാനെ. അല്ലെങ്കിൽ നമുക്ക് വളരെ സ്ലോലി, നമ്മൾ വളരെ മൈൽഡായിട്ട് ഹരേ കൃഷ്ണ മന്ത്രം പാടിയിട്ട് ഉറക്കിയാലും മതി. പിന്നെ ഞാൻ വേണമെങ്കിൽ അന്വേഷിക്കാം, ഇത് ചൊല്ലുന്നത് കറക്റ്റ് ആണോ, ഇസ് ദാറ്റ് ഫൈൻ എന്ന് ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ അറിയിക്കാം. കാരണം ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ് കറക്റ്റ് ഫോർ അസ്. നമുക്കത് ഒരു ഓപ്പണായിട്ട് നമുക്ക് ഇതുവരെ പെർമിഷൻ അങ്ങനെ തന്നില്ല. ഇസ്കോണിലെ ഒരു ക്ഷേത്രങ്ങളിലും അങ്ങനെ അത് പാടിക്കൊണ്ട് ഉറക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ അറിയാത്തൊരു കാര്യം നമുക്കതിനെ ചെയ്യാൻ നമുക്ക് അറിയില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്. ജഗന്നാഥനെ ഏറ്റവും ഇഷ്ടം ജഗന്നാഥ് പുരിയില് ഡെഫിനറ്റ്ലി ഫോർ ഷുവർ ജഗന്നാഥ് പുരിയില് അഷ്ടപതി പാടിയാണ് ഭഗവാനെ ഉറക്കുന്നത്. കാരണം അതിനൊരു പാസ്റ്റ് ടൈം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഒരു ലേഡി, വാട്ട് വാസ് ദാറ്റ്, ലാസ്റ്റ് ദിവസം ഒരു പാസ്റ്റ് ടൈം ഉണ്ട് അഷ്ടപതി പാടിയതുമായിട്ട് സംബന്ധിച്ച്. ദിവശ്രീ ഉണ്ടോ ഇവിടെ? ലൈനിലുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചു, ദിവശ്രീ ചോദിച്ചു, അതിന് ഷീ വിൽ റിമെമ്പർ. എനിക്കത് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡി ഉണ്ടായിരുന്നു അഷ്ടപതി പാടിയത്. എന്നിട്ട് ആ ലേഡി എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഗാർഡനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്റ്റോറി ഉണ്ട്, പാസ്റ്റ് ടൈമാണ്. ഞാനൊന്ന് ഓർത്തിട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. ദാറ്റ്സ് കറക്റ്റ്. ജഗന്നാഥ്പുരിയിൽ തീർച്ചയായിട്ടും അഷ്ടപതിയാണ്. ജഗന്നാഥ്പുരിയിലെ ഭാവം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ധാം. ധാമിലെ കാര്യം, വൃന്ദാവനത്തിലെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പ്ലേറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ ദേ ഹാവ് എ ഡിഫറെന്റ് ലെവൽ. അവരുടെ ഭാവത്തിലേക്ക് നമുക്ക് ചെല്ലാൻ നമുക്ക് ഒരിക്കലും വി ഷുഡ് നോട്ട് ഇമിറ്റേറ്റ് ദം. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതായത് ഭഗവാനെ ഉറക്കാൻ, ഭഗവാൻ എന്താ പറയാ, എൻ്റെ അടുത്ത് നമ്മുടെ സ്വരൂപ് ദാമോദർ പ്രഭു കേട്ടിട്ടുണ്ടോ? സ്വരൂപ് ദാമോദർ പ്രഭു നമ്മുടെ ഇസ്കോണിലെ കീർത്തനിയറാണ്. ഈസ് എ വെരി ബിഗ് കീർത്തനിയർ. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ദുബായ് താമസിക്കുന്ന സമയത്ത് ഈസ് എ ഗുഡ് ഫ്രണ്ട് ആക്ച്വലി. വി സംടൈംസ് വി ചാറ്റ്. സോ ഞങ്ങള് അദ്ദേഹം വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹമാണ് അന്ന് എനിക്ക് വീട്ടിൽ വന്ന സമയത്ത് ഈ ഗെയിം മീ എ ഫ്ലാഗ്, ജഗന്നാഥ്പുരിയിലെ ഫ്ലാഗ് എനിക്ക് തന്നായിരുന്നു. സോ എന്റെ വീട്ടിലെ ക്ഷേത്രം കണ്ട്, ടെമ്പിൾ കണ്ടപ്പോൾ, ജഗന്നാഥന്റെ DTO കണ്ടപ്പോൾ അദ്ദേഹം ഈ ഗെയിം മീ ഫ്ലാഗ്, ജഗന്നാഥ്പുരിയിലെ ഫ്ലാഗ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന സമയത്ത് he told me a past time actually. told me means in the class. നമ്മുടെ വീട്ടിൽ അദ്ദേഹം ഒരു ചെറിയ കീർത്തനവും ഒരു ക്ലാസ് ഒക്കെ നടത്തും. നല്ല ക്ലാസ് അദ്ദേഹത്തിന്. അപ്പൊ അതേ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഇൻസിഡന്റ് പറഞ്ഞതാണ്. ബോംബെയിലുള്ള ഒരു ഡിവോട്ടിയാണ്. ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ആ ഡിവോട്ടി വളരെ സിൻസിയർ, അല്ലെങ്കിൽ വളരെ അരുടനുള്ള ഭഗവാന്റെ ഒരു നല്ലൊരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരു മാസത്തില് ഒരു 5 ദിവസം അദ്ദേഹം ടൂറിൽ, he goes to different tour in the sense തീർത്ഥാടനം, ജഗന്നാഥ്പുരി, വൃന്ദാവനം, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോവാന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടുള്ളൊരു ക്ലിനിക്ക് അടച്ചിട്ട് പുള്ളിയെ പോകും. വേറെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഈ എല്ലാ ധാമിലും ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ട് he got friends everywhere. എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ജഗന്നാഥ്പുരിയിലും അദ്ദേഹത്തിന് ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എവിടെ ചെന്നാലും അദ്ദേഹം നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേകത അദ്ദേഹം പറഞ്ഞു, ഈ സ്വരൂപ് ദാമോദർ പ്രഭു പറഞ്ഞത്, അദ്ദേഹം ഈ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ കിടത്തുന്ന ഒരു ബെഡ് ഉണ്ടല്ലോ, ആ ബെഡിന്റെ തൊട്ട് മുൻപില് അല്ലെങ്കിൽ തലയുടെ ഭാഗത്ത് അദ്ദേഹം അവിടെ ഒരു വെങ്കിടാചലപതിയുടെ ഒരു വളരെ മനോഹരമായ ഒരു ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നു. സോ ബൈ നോയിങ്ലി ഓർ അൺനോയിങ്ലി ലെറ്റ് ദം പേ ഒബേസൻസ് ടു ദ ലോർഡ് എന്ന രീതിയിൽ. സോ ദാറ്റ് ഇസ് ഹിസ് മൂഡ്. ഞാൻ പറഞ്ഞു, അപ്പം യു വാണ്ട് ടു കണക്ട് എവരിബഡി ടു ദ ലോർഡ്. അതാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. പകരം അദ്ദേഹം ഇപ്പോൾ എല്ലായിടത്തും നല്ല റിലേഷൻഷിപ്പ്, ഈ ജഗന്നാഥ്പുരിയിൽ നല്ല റിലേഷൻഷിപ്പ് വന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രാവശ്യം ജഗന്നാഥ്പുരിയിൽ ചെല്ലുന്നത് ഈ അന്നവസര സമയത്താണ്. അന്നവസര സമയം എന്ന് പറഞ്ഞാൽ ദർശനം ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഭഗവാൻ സ്നാനയാത്ര കഴിഞ്ഞിട്ട് ഭഗവാനെ പനി പിടിച്ച് കിടത്തിയിരിക്കുന്ന സമയത്ത്. സോ ആ സമയത്താണ് ഉള്ളിൽ ഡൈറ്റീസ് പെയിന്റിങ് ഒക്കെ ചെയ്യുന്നത്. ആ ഒരു ഇതുണ്ട്.
അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ അവിടുത്തെ ഹെഡ് ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള പൂജാരിയുമായിട്ട് സംസാരിക്കുക. അതായത് ഒരു കണക്ഷൻ ഉണ്ടത്. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറയും, ആം, ഭഗവാന് പനിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് വിവരങ്ങളെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഓഫറിങ് കഞ്ഞിയാണ്, ഹോമിയോ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഹോമിയോ ആയുർവേദിക്, ഐ തിങ്ക് ഹോമിയോ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നു. അല്ല, ഹോമിയോ മെഡിസിൻസ് ഇവിടെയാണ്, കോയമ്പത്തൂരാണ് കൊടുക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഹെർബൽ മെഡിസിൻസ് ഒക്കെയാണ് ഭഗവാന് കൊടുക്കുന്നത്. ഭഗവാന് പനിയാണ് അങ്ങനെ പറയുമ്പോൾ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ ഡോക്ടർ പറഞ്ഞു, ഈസ് എ വെരി ഗുഡ് ഡിവോട്ടി. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ നിങ്ങളുടെ ഭാവത്തിനെ ഞങ്ങൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും? നിങ്ങളത് പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കുകയാണ് ഭഗവാന് പനി പിടിക്കുന്നു. ബിക്കോസ് ഫോർ വി, ഐ മീൻ നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ ഭഗവാനെ കാണുന്നത് ഈസ് ഓൺലി എ വുഡ് ആൻഡ് പീസ്, അല്ലെങ്കിൽ വുഡ് കൊണ്ടുണ്ടാക്കിയതാണ്, ഇതൊരു വിഗ്രഹം മാത്രമാണ്. അതിന് പനി പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിറ്റിൽ വി ക്യാൻ സേ ലൈക്ക്, നമ്മൾ കുറച്ചുകൂടെ പോസ്റ്റ് വേയിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻകൺസീവബിൾ ടു അസ്. നമുക്ക് വിശ്വസനീയമല്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ ഒരിക്കലും പറയുന്നില്ല അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് വിശ്വസനീയമല്ല എന്ന്, ഇറ്റ്സ് മൈ ഇന്റർപ്രിട്ടേഷൻ. സോറി, നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. പക്ഷെ ഈ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു, പറഞ്ഞു നിങ്ങളുടെ ഭാവം അത്രയ്ക്ക് വളരെ നല്ലതാണ്. സ്കൂളിൽ വീണ്ടും പറഞ്ഞു, ഭഗവാന് പനിയാണ്, ഞങ്ങൾ മരുന്നുകളാണ് കൊടുക്കുന്നത്, കഞ്ഞിയൊക്കെ കൊടുക്കത്തുള്ളൂ. സുപ്രഭു, നിങ്ങളുടെ ഭാവം ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് ഈ ഡോക്ടർ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക്, കാരണം ഈസ് എ ഡോക്ടർ, ലൈക്ക് യു നോ വാട്ട് സയൻസ് ഈസ് സയന്റിഫിക്കലി. അപ്പോൾ നിങ്ങളുടെ ഭാവം അത്രയ്ക്ക് മനോഹരമാണ്. 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പാണ്ഡ എന്നാണല്ലോ ജഗന്നാഥ്പുരിലെ പൂജാരികളെ വിളിക്കുന്നത്, ആ ഹെഡ് പാണ്ഡ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഭഗവാന് പനിയാണെന്നുള്ള വിവരം? ഞാൻ വിശ്വസിക്കുന്നു, ഐ നോ ദാറ്റ്, പക്ഷേ നിങ്ങളുടെ ഭാവത്തിനെ ഞാൻ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യും. സോ ആ പാണ്ഡയ്ക്ക് മനസ്സിലായി, ദിസ് പേഴ്സൺ ഡസൻ ബിലീവ്, ഭഗവാന് പനിയാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നില്ല എന്ന് ഈ പാണ്ഡയ്ക്ക് മനസ്സിലായി. ഈ പാണ്ഡ അദ്ദേഹത്തിനെ കൈ പിടിച്ചുകൊണ്ട് നേരെ ഭഗവാനെ കിടത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് തൊട്ടു നോക്കാൻ പറഞ്ഞു. തൊട്ടു നോക്കാൻ പറഞ്ഞു ഭഗവാന്റെ വിഗ്രഹത്തിനെ. പ്രഭു പറഞ്ഞു, ഐ ആം എ ഡോക്ടർ, ഞാനൊരു സയൻസ് പഠിച്ച ഒരു ഡോക്ടറാണ് ഞാൻ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഞാനിവിടെ കണ്ടത്. ഹി സ്റ്റിൽ അലൈവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ക്യാൻ ആസ്ക് പ്രഭു ടു ഗെറ്റ് ദാറ്റ് കോൺടാക്ട് നമ്പർ ആൻഡ് വി ക്യാൻ സ്പീക്ക് ടു ഹിം. പ്രഭു പറയാണ്, ഐ എം എ ഡോക്ടർ, ഞാൻ സയന്റിഫിക് സയൻസിന്റെ പഠിച്ച ഡോക്ടറാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഞാനിവിടെ കണ്ടത്. ഹി കുഡിൻ ടച്ച് ദ ഡെയിറ്റി. അത്രയ്ക്ക് ചൂടായിരുന്നു ഭഗവാന്റെ ശരീരത്തിൽ. ഞാൻ എഗൈൻ പറയാണ്, സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻകൺസീവബിൾ ഫോർ മീ. എനിക്കത് സ്റ്റിൽ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പോയി കാണാൻ സാധിച്ചാൽ മാത്രമേ നമുക്കത് ഫുള്ളി കൺവിൻസിങ് ആവത്തുള്ളൂ. നമുക്ക്, കാരണം ഞാൻ പറഞ്ഞ നമ്മള് ഭഗവാനോട് എങ്ങനെ നമ്മൾ ചെല്ലുന്നു, ഈ റെസിപ്രോക്കേറ്റ്സ് ഇൻ ദാറ്റ് വേ. ഓക്കെ, തീർച്ചയായിട്ടും ആ സമയത്താണ് പെയിന്റിങ് നടക്കുന്നത് എന്നുള്ള സത്യമാണ്. അപ്പൊ നമ്മളുടെ കൺസെപ്റ്റിൽ എന്താണ്, ടൈം ഈസ് ഫോർ ഡൂയിങ് ദ പൂജ, ഡൂയിങ് ദ പെയിന്റിങ്, അതെല്ലാം. No, literally the Lord gets favor. So this is an incident. ഞാൻ പറഞ്ഞ നടന്ന സംഭവമാണ്. സ്വരൂപ് ദാമോദർ പ്രഭു, maybe I can bring സ്വരൂപ് ദാമോദർ പ്രഭു, or I can ask സ്വരൂപ് ദാമോദർ പ്രഭു to get that number of that doctor. Maybe we can bring that doctor online. ഞാൻ നോക്കട്ടെ, I'll try that. Maybe it's possible. I'll see that. എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ. സോ ഞാൻ പറഞ്ഞത്, നമ്മളുടെ അതേപോലെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ജഗന്നാഥ്പൂരിലെ ആ ഒരു ഭാവം നമുക്ക് കിട്ടുമോ? Will not get power. I mean, I'm not saying that we will not. We can. We will. We definitely. We should. We could get, and we should get also. പക്ഷേ maybe it takes a lot of time. It takes a lot of time. ആ ഒരു ഭാവത്തിലേക്ക് വരണമെങ്കിൽ. അപ്പം ജഗന്നാഥ്പൂരിലെ പറയുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മാതാജി, we should not imitate. ജഗന്നാഥ്പൂരിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. ഞാൻ ചെല്ലാറുണ്ട്, അതുകൊണ്ട് ഞാൻ വേണേ കൃഷ്ണ ചൈതന്യപ്രഭുവോട് ചോദിക്കാം, ഈസ് ദാറ്റ് ഫൈൻ ടു ചാന്റ് ഗോപി ഗീത? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ചെല്ലിയാൽ മതി അല്ലേ? കിടക്കുമ്പോ ചെല്ലണമെന്നില്ല അല്ലേ? അല്ല, കിടക്കുമ്പോൾ ചൊല്ലുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്ട്. അത് ഇപ്പൊ അമ്പലത്തില് എന്താ പറയാ, ഇവിടെ ഇല്ലേ നമ്മള് ചെന്നൈയില്
അവിടെ ആ പോയാലും ഞാൻ ഡെയിലി ചെല്ലാറുണ്ട്. അപ്പൊ അവിടെയുള്ളവരാരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ല അങ്ങനെ അതിപ്പോ ആ, ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു, അല്ലെ ഉം, ഞാൻ പറയുമോ? അത് ഉം. ചൊല്ലുന്ന കേട്ടാൽ ഞാൻ അത് പറയില്ല. ശരിയാ, അത് ശരിയാ. Unless somebody's asked you already to talk, no, you will say that. ഓക്കെ 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 അപ്പം അത് പിന്നെ I just said my version of that. പക്ഷെ ഇതെനിക്കറിയാം, ഓക്കെ പ്രഭു, റെസ്ട്രിക്ഷൻസ് അതൊന്ന് ഉണ്ട്. ക്ലിയർ ചെയ്യണേ. ആ, ഞാൻ ചോദിക്കാം, ഞാൻ കൃഷ്ണ ചെയ്തപ്പോ ചോദിക്കാൻ ഒരു പക്ഷെ അവസരം കിട്ടുമ്പോ ചെല്ലരുതെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവും കേട്ടോ, അത് വേറെ കാര്യം. ചൊല്ലുന്നുണ്ടോ ഡെയിലി? അത് ചൊല്ലുന്നുണ്ടോ ഡെയിലി? ആ, ഡെയിലി ചെല്ലും ഭഗവാന്റെ മുമ്പില്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പിന്നെ പറ്റാ ചോദിക്കാതിരിക്കുക നല്ലത്. അത് വേണ്ട പ്രഭു, ചോദിക്കണ്ട. എന്തെങ്കിലും ഓക്കെ. പറ്റാണ്ടിരുന്നാൽ മാത്രമേ ഞാൻ ചെല്ലാണ്ടുള്ളൂ. ഇനി എന്തെങ്കിലും അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിഷമാവും, അത് വേണ്ട. ഹരേ കൃഷ്ണ. അതങ്ങനെ അങ്ങോട്ട് പോട്ടെ അല്ലേ? തെറ്റോ ശരിയോ അറിയില്ല പ്രഭു. ഞാൻ പറഞ്ഞെന്ന് പറയില്ല, ഞാൻ പറഞ്ഞിട്ട് ചെയ്തെന്ന് പറയില്ല. ഐ വിൽ നോട്ട് സേ എനിത്തിങ് ഫോർ ദിസ്. കാരണം ഞാൻ ഹരേ കൃഷ്ണ. എന്റെ ഒരു വേണ്ടി ഞാൻ ചോദിക്കാം പ്രഭുവിനോട്. വി ക്യാൻ ആസ്ക് ഹിം ആ, ബൈ ലൈക്ക് ഹരേ സോ കൃഷ്ണ. ഐ തിങ്ക് ഇറ്റ് നോട്ട് ബി ഓക്കെ, ഇറ്റ് നോട്ട് ബി എനി ഇഷ്യൂ. പക്ഷെ നമ്മുടെ സിസ്റ്റം അല്ല എന്ന് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ പ്രഭു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. യെസ് യെസ് യെസ്, ഐ റിമെമ്പർ ദിസ്. ഞാൻ ഈ അടുത്ത കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ റായ്പൂർ ക്ഷേത്രത്തില് ഡൈറ്റി ഇൻസ്റ്റലേഷന് പോയ സമയത്ത്, ദാറ്റ് ടൈം ദിസ് വാസ് സ്റ്റാൻഡേർഡ്. കാരണം ആ സമയത്ത് ഭഗവാനെ അവിടെ ശയനാധിവാസ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ഡൈറ്റി ഇൻസ്റ്റലേഷന്റെ പ്രോഗ്രാമിൽ. ആ ശയനാധിവാസ് സമയത്ത് വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് അവിടെ ആ സമയത്ത് അഷ്ടപതി പാടി. ദാറ്റ് ഐ റിമെമ്പർ. യെസ്, ദാറ്റ്സ് കറക്റ്റ്. പക്ഷേ നോർമൽ സിനാരിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് വേണമെങ്കിൽ കണ്ടിന്യൂ ആസിറ്റ് നമുക്ക് ചോദിക്കണ്ടെങ്കിൽ ചോദിക്കുന്നില്ല. പക്ഷെ ഫോർ മൈ അല്ല വേണ്ട പ്രഭു, ചിലപ്പോ ഭഗവാൻ തന്നെ അത് ഭഗവാൻ ഇഷ്ടമില്ലെങ്കിൽ എന്നോട് പറയായിരിക്കും. വേണ്ട, അങ്ങനെ ഇരിക്കും. എങ്ങനെ മതി? ഭഗവാൻ വേണ്ടാന്ന് തോന്നുകയാണെങ്കിലേ നമുക്ക് അതിനുള്ളൊരു ഇത് തരികയായിരിക്കും അല്ലേ? അങ്ങനെ. അതിന്റെ അതെ പ്യൂരിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് തരും. പക്ഷെ അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളാൻ പറയുമായിരുന്നു. അതെ അത് ഞാൻ തന്നെ. അതിനെക്കുറിച്ച് പറയില്ല. പറയില്ല. അപ്പൊ ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ പ്രഭു. കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീമദ് ഭാഗവതം കി ജയ, ശ്രീ പ്രഭുപാദ് കി ജയ, ഗുരു മഹാരാജ് കി ജയ, അനന്തकोटि वैष्णव वृंद की जय, नित्य गौर प्रमानंदे, हरि हरि बोल. Thank you so much. हरे कृष्ण.